ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ ബിരിയാണി, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്ര ഒരുപാട് മസാലകളോ ഒരുപാട് കൂട്ടുകളോ ഒന്നുമില്ല. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ചെമ്മീൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് ചെമ്മീൻ മതി. അതും വലിയ ചെമ്മീൻ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചെറിയ ചെറിയ ചെമ്മീനായാലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഏറ്റവും കൂടുതൽ രുചി വരുന്നത് ചെറിയ ചെമ്മീനാണ്. അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത്, ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ ആദ്യം ചെമ്മീൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് മസാല തേച്ച് വെക്കണം. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ബാക്കി ചേരുവകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പകുതി ചെറുനാരങ്ങാ നീരും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നീട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റൈസാണ്. അതവിടെ അരമണിക്കൂർ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുക്കറിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടറിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് കറുവപ്പട്ടയാണ്. ഒരു 3-4 കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കുരുമുളക് ചേർക്കാം. പിന്നെ കുറച്ച് ഗ്രാമ്പൂ ചേർക്കാം. പിന്നെ ഒരു 4-5 ഏലക്കായ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ആ ബട്ടറിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിക്കണം. ആ വെള്ളം നമ്മൾ ഏത് അളവിലാണോ നമ്മൾ അരി എടുക്കുന്നത് അതേ അളവിൽ നമ്മൾ വെള്ളം എടുക്കണം. അതായത് ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് നമ്മുടെ ബസ്മതി റൈസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ആ 2.5 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു തക്കാളി കൂടെ ഞാൻ അതിലേക്ക് അരച്ച് ചേർത്തിട്ടുണ്ട്. ഈ റൈസ് വേവിക്കുന്നതിലേക്ക് ഒരു തക്കാളി കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ മസാലക്കൂട്ടിൽ തക്കാളി ഞാൻ വേറെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ തക്കാളി അരച്ചതും കൂടി ചേർത്തിട്ടാണ് ഈ 2.5 ഗ്ലാസ്. അതായത് 1 കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 1.25 കപ്പ് വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. പിന്നെ ഞാനിവിടെ ഇതിലേക്ക് അരി ചേർക്കുന്നത് ബസ്മതി റൈസ് ആണെന്ന് പറഞ്ഞു. ആ ബസ്മതി റൈസ് ഏകദേശം 1.5 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോളം അതിൻ്റെ വെള്ളമൊക്കെ പോവാനായിട്ട് ഞാനൊരു അരിപ്പയിൽ വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി ഡ്രൈ ആയി കിട്ടിയിട്ടുള്ള അരിയാണ് ഇത്. ഇതാണ് ഞാനിവിടെ ഈ വെള്ളത്തിലോട്ട് ചേർക്കുന്നത്. അപ്പം 1.5 മണിക്കൂർ ഞാൻ ഈ ബസ്മതി റൈസ് വൈറ്റാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അരമണിക്കൂറോളം നന്നായിട്ട് വെള്ളം പോകാനായിട്ട് നല്ലൊരു സ്ട്രെയിനറിലാണ് വെള്ളം നന്നായിട്ട് പോകുന്ന ഒരു സ്ട്രെയിനറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വെള്ളം പോയിട്ടുണ്ട്. നമുക്ക് ഈ അരി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് കറക്റ്റ് 1 വിസിൽ, അതായത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒറ്റ വിസിൽ വരുന്നത് വരെ മാത്രമേ നമ്മളിത് കത്തിക്കാൻ പാടുള്ളൂ. തീ കത്തിക്കാൻ പാടുള്ളൂ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കളറ് ഇത്തിരി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട്. അത്ര കളറൊന്നും കിട്ടൂല, എന്നാലും ചുമ്മാ ചേർത്തതേ ഉള്ളൂ, ചേർക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ നമ്മളിത് ഓഫ് ചെയ്തിടണം. പിന്നെ അതിനുള്ളിലുള്ള എയർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറക്കരുത്, 1 വിസിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഏത് വെജിറ്റബിൾ ഓയിലും എടുക്കാം. സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസാണ് ഫസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് സവാള കൂടി ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം.
ഇപ്പോൾ ഇവിടെ സവാള ഞാൻ ഒരുവിധം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതേ എണ്ണയിൽ തന്നെയാണ്, ഇതിൽ ബാക്കി വരുന്ന എണ്ണയിൽ ഇതേ ഫ്രൈ പാനിൽ തന്നെയാണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഏകദേശം അരമണിക്കൂറോളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെമ്മീൻ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടച്ച് വെക്കണമെന്നൊന്നുമില്ല. ഇത് ഫസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇരുന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചുകൊണ്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചാൽ ഒരുപാട് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചാൽ മതി. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചുകൊണ്ട് ഞാനിവിടെ നമ്മുടെ ചെമ്മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വറുത്തെടുത്താൽ മതി, ഒരുപാട് മുരിഞ്ഞു പോകുമൊന്നും വേണ്ട. ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലാണ് നമ്മൾ ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് സവാളയുടെ ഒന്നും ആവശ്യമില്ല, കുറച്ച് സവാള മതി. ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് മസാലയെ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ. ഒരുപാട് മസാല ഒന്നുമുള്ള ബിരിയാണി ഒന്നുമല്ല, വളരെ ടേസ്റ്റിയാണ്. എന്നാലും അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട് താനും. അപ്പോൾ ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ സവാള ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സവാള നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു 10-12 പച്ചമുളക് എടുത്ത് ഞാനൊന്ന് മിക്സിയിൽ അരച്ചെടുത്തു, അതുകൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ അല്പം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറയാത്ത 2 സാധനം കാണുന്നുണ്ടാവും അല്ലേ. അതായത് ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ പീസ് കുറച്ച് വേവിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല. അതിട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇനി നമുക്കൊരു 2 ടീസ്പൂണോളം തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചെമ്മീനിൽ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. പിന്നെ റൈസിലും ഉപ്പിട്ടതാണ്, അപ്പോൾ അതുകൊണ്ട് ഈ മസാലയിലേക്കൊന്ന് പിടിക്കാനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർക്കേണ്ട, ഒരുപാട് മഞ്ഞൾ കളർ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ചെമ്മീനും അതുപോലെ കുറച്ച് മല്ലിയിലയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ ഇതിൻ്റെ കൂടെ. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൈസ്. ഞാനിതിവിടെ നമ്മുടെ മന്തി ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഈ റൈസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. മന്തിയുടെ കുക്കറിലൊരു ചിക്കൻ മന്തിയുടെ ഒരു വീഡിയോ മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതേ രീതിയിലാണ് റൈസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ മനസ്സിലാവും റൈസ് ഉണ്ടാക്കിയതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ മസാലയും ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ മസാലയുടെ ചെമ്മീനും അതുപോലെ ക്യാരറ്റ്, ഗ്രീൻ പീസ് ഒക്കെ ഉണ്ട്. ഇനി അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് സോയാബീനൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസല്ല, ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെക്കാം. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. ഇനി നമുക്ക് 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം എന്താണ് അവസ്ഥ എന്ന്. നല്ല സ്മെല്ലാട്ടോ, നല്ല ആവി ഇങ്ങനെ പറക്കുന്നുണ്ടോ. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് താഴേന്ന് ആ മസാലയും കൂടി കൂട്ടിയിട്ട് എടുക്കാം. ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെമ്മീൻ ബിരിയാണി ആണെങ്കിൽ പോലും അതിന് മീൻ ബിരിയാണിയുടെ ഒരു ടേസ്റ്റും സ്മെല്ലും വരും എന്നുള്ളത്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു വിഷയമേ അല്ല. മീൻ ബിരിയാണിയുടെ ഒരു ടേസ്റ്റോ സ്മെല്ലോ ഒന്നുമല്ല. അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ ടേസ്റ്റേ വരുന്നുള്ളൂ. അത് കുറച്ച് ചെമ്മീനും മതി, അത് ഒരുപാട് ചെമ്മീൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ ചെമ്മീനായാൽ തന്നെ നല്ലത്, വലുത് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഏതാണോ കിട്ടുന്നത് അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക്